ഏറ്റവും മികച്ച അഭിനയം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ സ്നേഹിച്ച ചിലരിൽ നിന്ന് തന്നെയാണ്. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ, അത് ധനമായാലും സ്നേഹമായാലും. എന്നെ അറിയണമെങ്കിൽ എന്റെ ഒപ്പം നടക്കുക, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നെ വിലയിരുത്തരുത്. കാരണം എല്ലാവർക്കും ഞാൻ ഒരുപോലെ ആവണമെന്നില്ല. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. എത്ര തിരക്കാണെങ്കിലും വേറെ ഒരാൾക്കായി നമ്മൾ കൊടുക്കുന്ന സമയം, അതിലുണ്ട് നമുക്ക് അയാളോടുള്ള അടുപ്പവും ഇഷ്ടവും. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതും ആയിരിക്കും. എല്ലാ മത്സരങ്ങളിലും വിജയമെന്നൊന്നില്ല, പരാജയം ഒരു യാഥാർത്ഥ്യമാണ്. നിഷ്കളങ്കതയും സത്യസന്ധതയുമാണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും ശത്രുക്കളാണ്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്, നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. പ്രശ്നങ്ങളെ തരണം ചെയ്തു നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളെല്ലാവരും നിങ്ങളായി തന്നെ തുടരുക. ജീവിതത്തിൽ എന്തു നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകും എന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാതെ ചിലതുണ്ട്, ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. വേറിട്ട അനുഭവങ്ങളിൽ നിന്നാണ് വേറിട്ട ചിന്തകൾ ഉണ്ടാകുന്നത്. വേറിട്ട ചിന്തകളാണ് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം നമുക്ക് സമ്മാനിക്കുന്നത്. സാഹചര്യങ്ങൾ മാറി മാറി വരും, പക്ഷേ വ്യക്തിത്വം അതൊരിക്കലും മാറരുത്. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിൽ ഒന്ന്. ഒന്നിനെപ്പറ്റിയും അമിതമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയം ആയി മാറും. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന് തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നത്തെ നിമിഷങ്ങളെ സ്വീകരിക്കുക. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. പുരുഷവികാര നിർഭരമായി പറയുന്ന വാക്കുകൾ സ്ത്രീകൾ ഒരിക്കലും മറക്കുകയില്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളെല്ലാവരും നിങ്ങളായി തന്നെ തുടരുക. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. ആത്മസംതൃപ്തിയിൽ മുഴുകി മതിമറന്നു പോകാൻ നിങ്ങളുടെ ഇന്നലത്തെ വിജയത്തെ അനുവദിക്കരുത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക.